നമസ്കാരം, KCN ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദുരൂഹ സാഹചര്യത്തിൽ നാടുവിട്ട മടിയനിലെ മുബഷീറിയെ കണ്ടെത്താൻ സമഗ്ര അന്വേഷണം വേണമെന്ന് MSF ജില്ലാ കമ്മിറ്റി. കാറിൽ കടത്തുകയായിരുന്ന ചന്ദനം കാലിച്ചാമരം പെരിയങ്ങാനത്ത് വെച്ച് ഫോറസ്റ്റ് ഫ്ലൈയിങ് സ്ക്വാഡ് പിടികൂടി. പൂവൽ വൈറ്റ് മൂൺ കലാവേദി സംഘടിപ്പിക്കുന്ന മഹർ സമൂഹ വിവാഹത്തിന് വ്യാഴാഴ്ച തുടക്കമാകും. തിരഞ്ഞെടുപ്പുകൾ ജാതിമത വിമുക്തമാക്കണമെന്ന സുപ്രീം കോടതി വിധി നടപ്പിലാക്കണമെന്ന ആവശ്യവുമായി കേരള യുക്തിവാദ സംഘം രംഗത്ത്. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ വിദ്യാനഗർ ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ദുരൂഹ സാഹചര്യത്തിൽ നാടുവിട്ട മാണിക്കോത്ത് മടിയനിലെ മുബഷീറിയെ കണ്ടെത്താൻ ഉന്നതതല അന്വേഷണം വേണമെന്ന് MSF ജില്ലാ കമ്മിറ്റി. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഒരു മാസം മുമ്പ് ദുരൂഹ സാഹചര്യത്തിൽ നാടുവിട്ട മാണിക്കോത്ത് മടിയനിലെ മുബഷീറയെ കണ്ടെത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ പശ്ചാത്തലത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊടുക്കണമെന്ന് MSF ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് വെള്ളിയാഴ്ച മാണിക്കോത്ത് ധർണ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. പെരിയ സ്വകാര്യ കോളേജ് വിദ്യാർത്ഥിനിയായ മുബഷീറയെ കാണാതായിട്ട് ഇന്നേക്ക് ഒരു മാസം കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ കൂടെയുണ്ടായ കൂട്ടുകാരൻ മുഹമ്മദ് നിയാസിനെയും ഒരു മാസമായിട്ട് പോലും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു തുമ്പും കണ്ടെത്താൻ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്ന് MSFന് ലഭിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ക്രൈംബ്രാഞ്ചിനെ തന്നെ ഈ കേസ് ഏൽപ്പിക്കണമെന്നാണ് MSF ജില്ലാ കമ്മിറ്റിക്ക് പറയാനുള്ളത്. റവന്യൂ മന്ത്രിയായ ഈ ചന്ദ്രശേഖരൻ ഇന്ന് വരെ ഇത്ര ഗൗരവമുള്ള വിഷയത്തിൽ പ്രതികരിക്കാനോ അവരുടെ വീട്ടിൽ പോയി ആ കുടുംബത്തിൻ്റെ വിഷമം അറിയുവാൻ പോലും ആദരണീയ മന്ത്രി മുൻകൈ എടുത്തില്ല. അത് ഖേദകരം തന്നെയാണ്. റവന്യൂ മന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിൽ ഇത്തരം ഗൗരവമായ സംഭവമുണ്ടായിട്ടും മന്ത്രി ഇടപെടാത്തത് ഖേദകരമാണെന്നും നേതാക്കൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ MSF ജില്ലാ പ്രസിഡന്റ് ആബിദ് ആറങ്ങാടി, CIA ഹമീദ്, ഇർഷാദ് മൊഗ്രാൽ, മുഹമ്മദ് കുഞ്ഞി ഉളുവാർ, അസറുദ്ദീൻ എതിർത്തോൾ തുടങ്ങിയവർ പങ്കെടുത്തു. പൂവൽ വൈറ്റ് മൂൺ കലാവേദി സംഘടിപ്പിക്കുന്ന മഹർ സമൂഹ വിവാഹ പരമ്പരയ്ക്ക് വ്യാഴാഴ്ച തുടക്കമാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. 12 രാത്രി 7 മണിക്ക് സ്വാഗത സംഘം ട്രഷറർ AB ഹാരിസ് പതാക ഉയർത്തുന്നതോടെ പരിപാടിക്ക് തുടക്കമാകും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം അബ്ദുൽ അസീസ് ദാരിമി പൊന്മല ഉദ്ഘാടനം ചെയ്യും. സ്വാഗത സംഘം ചെയർമാൻ ബഡുവൻ കുഞ്ഞിച്ചാലക്കര ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കൺവീനർ KM അനീഫ് സ്വാഗതം പറയും. കേരള ന്യൂനപക്ഷ വികസന കോർപ്പറേഷൻ ചെയർമാൻ AP അബ്ദുൽ വഹാബ് മുഖ്യ അതിഥിയായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഈ വർഷം ഒരു പുതിയ ദൗത്യവുമായാണ് ഞങ്ങളുടെ പൗരയിലേക്ക് വരുന്നത്. ഒരു സമൂഹ വിവാഹം ജനുവരി 12 മുതൽ 15 വരെ നടത്തപ്പെടുകയാണ്. ജനുവരി 12 നമ്മുടെ ജമാഅത്ത് ഖത്തീബ് പൂവൽ അബ്ദുൽ ഹസീസ് ദാരിമി ഉദ്ഘാടനം ചെയ്യുന്നു. ആ വേദിയിൽ മുഖ്യ അതിഥിയായി പ്രൊഫസർ AP അബ്ദുൽ വഹാബ് ന്യൂനപക്ഷ വികസന കോർപ്പറേഷൻ ചെയർമാൻ സംബന്ധിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ 7 വയസ്സുകാരൻ മാസ്റ്റർ മുഹമ്മദ് സാലിഹ് ബത്തേരി, ആഫിൽ റിയാസ് മനാനി വഞ്ചിയൂർ തുടങ്ങിയവർ പ്രഭാഷണം നടത്തും. 15 രാവിലെ 10 മണിക്ക് സാംസ്കാരിക സമ്മേളനം അരങ്ങേറും. INL ദേശീയ അധ്യക്ഷൻ പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ മുഖ്യ അതിഥിയായിരിക്കും. NA നെല്ലിക്കുന്ന് MLA, PB അബ്ദുൾ റസാഖ് MLA, K കുഞ്ഞിരാമൻ MLA തുടങ്ങിയവർ സംബന്ധിക്കും. 12 മണിക്ക് നടക്കുന്ന മഹർ സമൂഹ വിവാഹത്തിന് ഗാസി പ്രൊഫസർ K ആലിക്കുട്ടി മുസ്ലിയാർ കാർമ്മികത്വം വഹിക്കും. അബ്ദുൽ അസീസ് ദാരിമി പൊന്മല, ഷാഫി ബാക്കവി ചാലിയം തുടങ്ങിയവർ സംബന്ധിക്കും. രാത്രി ഇവർ നക്ഷത്രത്തുള്ളിയർ എന്ന വിഷയത്തിൽ അബു ഷമീഷ് ഖാൻ നാഫി ഇടുക്കി പ്രഭാഷണം നടത്തും. തിരഞ്ഞെടുപ്പുകൾ ജാതിമത വിമുക്തമാക്കണമെന്ന സുപ്രീം കോടതി വിധി എത്രയും പെട്ടെന്ന് നടപ്പാക്കണമെന്ന് കേരള യുക്തിവാദ സംഘം. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ വെച്ച് നടന്ന സംസ്ഥാന കൺവെൻഷനിലാണ് ഈ ആവശ്യം ഉയർന്നത്. തെരഞ്ഞെടുപ്പുകൾ ജാതിമത വിമുക്തമായിരിക്കണമെന്ന സുപ്രീം കോടതി വിധി എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്ന് യുക്തിവാദി സംഘം സംസ്ഥാന കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട്ട് നടന്ന കൺവെൻഷൻ സംസ്ഥാന പ്രസിഡന്റ് KN അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെയും ഇന്ത്യയുടെയും ഒക്കെ തന്നെ സാംസ്കാരിക തലം വളരെയധികം മാറിക്കൊണ്ടിരിക്കുകയാണ്. യുക്തിവാദികളായ നമ്മളുടെയൊക്കെ തന്നെ പ്രസക്തി ഓരോ നാളിലും വർദ്ധിച്ചുകൊണ്ടിരിക്കും. നമ്മൾക്ക് ഒരുപാട് അവസരങ്ങൾ വീട് കിട്ടും. നമ്മൾ കാലാകാലങ്ങളിലായി ആവശ്യപ്പെടുന്ന യൂണിഫോം സിവിൽ കോഡ് അക്കാര്യത്തിൽ വലിയ ചർച്ചകൾ വരുന്നു. ഇതിനകത്തൊക്കെ നമ്മൾ ഇടപെടാൻ കഴിഞ്ഞെങ്കിൽ പോലും നമ്മളുടെ സംഘടനയുടെ എല്ലാ ശക്തിയും സംഘാടക ശേഷിയും ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സംഘടന മുന്നോട്ട് നയിക്കുവാൻ
സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു വിമർശനമായി തന്നെ കാണേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമ്മൾക്കറിയാം, ഇന്ന് എല്ലാ കാര്യങ്ങളും അധികം പ്രചരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. ഈ സോഷ്യൽ മീഡിയ സമൂഹത്തിൻ്റെ വലിയൊരു വിഭാഗത്തിൽ എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സോഷ്യൽ മീഡിയയെ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തെമ്പാടും, ഇന്ത്യയിലൊക്കെ തന്നെ, കേരളത്തിലും എല്ലാ ആശയങ്ങളും സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്നുണ്ട്. ദിനവച്ചവരം സുകുമാരൻ അധ്യക്ഷനായി. ശക്തിധരൻ, രാജഗോപാൽ ഭാഗത്താനം, ഗംഗൻ അഴീക്കോട്, കെ വി രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ വിദ്യാനഗർ ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം കെ ബിജുജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ 9ാമത് വാർഷിക സമ്മേളനമാണ് വിദ്യാനഗറിൽ വെച്ച് സംഘടിപ്പിച്ചത്. സംസ്ഥാന കമ്മിറ്റി അംഗം കെ ബിജുജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മേക്ക് ഇൻ ഇന്ത്യ, സ്കിൽ ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, പല പേരുകളുണ്ട്. ഈ പേരിൽ കുറേ പ്രോഗ്രാംസ് പ്രഖ്യാപിക്കുമ്പോഴും അതൊക്കെ മുമ്പെപ്പോഴും നടപ്പായപ്പോൾ പ്രോഗ്രാമിന്റെ ആവർത്തനം മാത്രമാവുകയും സാധാരണക്കാരനെ തീർത്തും കബളിപ്പിക്കാവുന്ന ചില പ്രഖ്യാപനം കേൾക്കുമ്പോൾ മാതിരിയുള്ള മുദ്രാവാക്യങ്ങൾ ഇതിൽ വരികയും ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് ബോധ്യമുണ്ടാകണം. അതുകൊണ്ട് ഈ ജൻധൻ യോജന, പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന തുടങ്ങിയ കുറേ പേരിൽ വരുന്ന എല്ലാ പ്രോഗ്രാംസും അസംഘടിത മേഖലയിൽ നിന്ന് എത്രത്തോളം ആളുകളെ കുഴപ്പത്തിലാക്കാനാകും എന്നുള്ള പരിശോധന ഭാഗമായിട്ടുള്ള പ്രോഗ്രാം സംഭവിക്കുന്നതാണ്. വിദ്യാനഗർ ഏരിയ പ്രസിഡന്റ് റിജു മാത്യു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കെ വി തമ്പാൻ, കെ വി ഗോപിനാഥ്, ബി ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. കാറിൽ കടത്തുകയായിരുന്ന ചന്ദനം പിടികൂടി. കാലിച്ചമരം പെരിയങ്ങാനം റോഡിൽ വെച്ചാണ് ഫോറസ്റ്റ് ഫ്ലൈയിങ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ ചന്ദനം പിടികൂടിയത്. ബിരിക്കുളത്തിനടുത്ത് വെച്ച് പെരിയങ്ങാനം റോഡിൽ വെച്ചാണ് കാറിൽ കടത്തുകയായിരുന്ന 2.5 കിലോ ചന്ദനം പിടികൂടിയത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കാസർഗോഡ് ഫോറസ്റ്റ് ഫ്ലൈയിങ് സ്ക്വാഡിലെ റേഞ്ച് ഓഫീസർ ജി പ്രദീപിന്റെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടന്നത്. കാറും കസ്റ്റഡിയിലെടുത്തു. കാറിലുണ്ടായിരുന്ന അന്തർകുഞ്ഞ്, യൂസഫ് എന്നിവരെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. മാറുന്ന കാലത്തിനൊപ്പം പുസ്തകങ്ങൾക്കും കുപ്പായമൊരുങ്ങുന്നു. പുല്ലൂർ പെരളം സ്വദേശി ജയരാജനാണ് പുസ്തകങ്ങൾക്ക് ന്യൂജൻ സ്റ്റൈലിൽ കുപ്പായമൊരുക്കി വ്യത്യസ്തനാകുന്നത്. കാലം മാറിയതോടെ ന്യൂജൻ സ്റ്റൈലിൽ പുസ്തകങ്ങൾക്കും കുപ്പായങ്ങൾ ഒരുങ്ങുന്നു. കാഞ്ഞങ്ങാട് അനശ്വര കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന പാരഗൺ ടൈലറിംഗ് ഷോപ്പ് ഉടമ ജയരാജനാണ് ടെക്സ്റ്റ് ബുക്കിനും നോട്ട് ബുക്കിനും കുപ്പായം ഒരുക്കിയിരിക്കുന്നത്. പുല്ലൂർ പെരളം സ്വദേശിയായ ജയരാജൻ UKG വിദ്യാർത്ഥിയായ തന്റെ മകൻ ആദിദേവിന്റെ പുസ്തകത്തിനാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യമായി കുപ്പായമൊരുക്കിയത്. മകന്റെ പുസ്തകത്തിനൊരുക്കിയ കുപ്പായം ക്ലിക്കായതോടെ വിപണിയിൽ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. വ്യത്യസ്തങ്ങളായ തുണിത്തരങ്ങൾ ഉപയോഗിച്ച് പുസ്തകങ്ങൾക്ക് കുപ്പായങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണിപ്പോൾ ജയരാജൻ. പെന്നും റബ്ബറും ഉൾപ്പെടെയുള്ള ചെറിയ പഠനോപകരണങ്ങൾ സൂക്ഷിക്കാൻ പോക്കറ്റും ഒരുക്കിയാണ് കുപ്പായങ്ങൾ തയ്യാറാക്കുന്നത്. പുസ്തകക്കുപ്പായം വിജയിച്ചതോടെ നിരവധി ബുക്ക് സ്റ്റാൾ ഉടമകൾ ജയരാജന് മുന്നിൽ ആവശ്യക്കാരായി എത്തിയിട്ടുണ്ട്. മടിക്കൈ സെക്കൻഡ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. പഴയ വിദ്യാലയത്തെ എങ്ങനെ സുസജ്ജമാക്കാം എന്ന ചിന്തയും മനസ്സിലിട്ടുകൊണ്ടാണ് ഒരു വട്ടം കൂടി അവർ മാതൃവിദ്യാലയത്തിലെത്തിയത്. ഒരു വട്ടം കൂടി എന്നോർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്ന ONVയുടെ കവിത ഓർത്തുകൊണ്ടാണ് ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ കാലം പകർന്നു തന്ന പഴയ വിദ്യാലയത്തിലേക്ക് പൂർവ്വ വിദ്യാർത്ഥികൾ എത്തിയത്. മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് C പ്രഭാകരൻ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മേഖലയെ നോക്കിക്കാണുന്നു. അതിന് അനുസൃതമായിട്ടായിരിക്കും അവരുടെ ജനങ്ങളുടെ ചിന്താഗതിയും അതുപോലെ തന്നെ അവരുടെ പുരോഗമനപരമായിട്ടുള്ള മുന്നോട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ. വി ശശിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ വത്സൻ പിൽക്കോട് പ്രഭാഷകനായെത്തി. ശശീന്ദ്രൻ മടിക്കൈ, കൃഷ്ണൻ മാസ്റ്റർ, സേതു, പി ബേബി, പി ബാലൻ, വി കുട്ടിയൻ എന്നിവർ സംസാരിച്ചു. ബാലാമണി ടീച്ചർ സ്വാഗതം പറഞ്ഞു. 1920 പ്രവർത്തനം ആരംഭിച്ച മടിക്കൈ സെക്കൻഡ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ 2020 100 വർഷം തികയ്ക്കുന്നു എന്ന പ്രത്യേകതയും പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമത്തിനുണ്ടായിരുന്നു. ഈ വേളയിൽ പഴയ സ്കൂളിനു വേണ്ടി എന്തു ചെയ്യാൻ കഴിയുമെന്ന ചിന്തയുമായാണ് ഒരു വട്ടം കൂടി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം നടന്നത്. ഇരിയണ്ണി തീയടക്കം ശാസ്താ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ അഷ്ടബന്ധ ബ്രഹ്മകലശ മഹോത്സവത്തിന് ജനുവരി 13 തുടക്കമാകും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഇരിയണ്ണി തീയടക്കം ശ്രീ ശാസ്താ ഭഗവതി ക്ഷേത്രത്തിലാണ് ജനുവരി 13 മുതൽ 19 വരെ പ്രതിഷ്ഠ അഷ്ടബന്ധ ബ്രഹ്മകലശ മഹോത്സവം നടത്താൻ ക്ഷേത്ര കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ കലവറ നിറക്കൽ ചടങ്ങോടെ ഉത്സവത്തിന് തുടക്കം കുറിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
തുടർന്ന് വിവിധ ദിവസങ്ങളിലായി പൂജാകർമ്മങ്ങളും സാംസ്കാരിക പരിപാടികളും ആധ്യാത്മിക പ്രഭാഷണവും നടക്കും. ജനുവരി 19 ശാസ്താവിൻ്റെയും ദേവിയുടെയും പ്രതിഷ്ഠാകർമ്മങ്ങൾക്കു ശേഷം മഹോത്സവം സമാപിക്കും. ശാസ്താ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഒരു മുമ്പേ കാലാന്തരത്തിൽ ശിഥിലീകരിച്ചു പോയ ക്ഷേത്രം ഉണ്ടായിരുന്നു. അതിനിപ്പോൾ പുനരുദ്ധീകരിച്ച് 2017 ജനുവരി 13 മുതൽ ജനുവരി 19 വരെ അവിടെ അഷ്ടബന്ധ ബ്രഹ്മോഹ കലശോത്സവം നടക്കുകയാണ്. അത് അരവത്ത് ബ്രഹ്മശ്രീ KU ദാമോദരൻ തന്ത്രി അവരുടെ മഹനീയ കർമ്മികത്വത്തിൽ നടത്തി വരികയാണ്. അതിനോടനുബന്ധിച്ച് 13 കലവറ നൽകർമ്മവും അതുപോലെ തന്നെ 14 മുതൽ ഈ അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവം നടത്തുകയാണ്. വാർത്താ സമ്മേളനത്തിൽ ടി ഗോപിനാഥൻ നായർ, സി സുകുമാരൻ നായർ, ടി ബാലകൃഷ്ണൻ നായർ, പ്രശാന്ത് കുമാർ തെക്കുങ്കര, രാജേഷ് തീയടക്കം തുടങ്ങിയവർ സംബന്ധിച്ചു. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയന്റെ 42ാം സംസ്ഥാന സമ്മേളനത്തിന് പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ തുടക്കമായി. ആദ്യ ദിവസം കാർഷിക സെമിനാറും സാംസ്കാരിക സമ്മേളനവും നടന്നു. ജീവനക്കാരെ സാരമായി ബാധിക്കുന്ന ഒട്ടനവധി പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കാലഘട്ടത്തിലാണ് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയന്റെ 42ാം സംസ്ഥാന സമ്മേളനത്തിന് കാസർഗോഡ് ജില്ല ആതിഥ്യമരുളുന്നത്. 2 ദിവസങ്ങളായി നടക്കുന്ന സമ്മേളനത്തിന് പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ തുടക്കമിട്ടത് കാർഷിക സെമിനാറോടെയായിരുന്നു. മുൻ മന്ത്രി KC ജോസഫ് MLA സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഞാൻ കഴിഞ്ഞ ദിവസം കുട്ടനാട്ടിൽ പരിപാടിക്ക് പോയിരുന്നു. കൃഷിക്കാരുമായി സംസാരിച്ചു. കൃഷി ഇറക്കാൻ സാധിക്കുന്നില്ല. കാരണം പാടശേഖരത്തിൽ കൃഷി ഇറക്കണമെങ്കിൽ തൊഴിലാളിക്ക് കൂലി കൊടുക്കണം. ഒരാളിന് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യാനുള്ള പരമാവധി ലിമിറ്റ് ഒരാഴ്ച 24,000 രൂപയാണ്. ഒരു പാടശേഖരത്ത് പണിയെടുക്കാൻ വേണ്ടി കൂലി കൊടുക്കാൻ പണമില്ല, വിത്ത് വാങ്ങാൻ പണമില്ല, വളം വാങ്ങാൻ പണമില്ല. ദൈനംദിന ആവശ്യങ്ങൾക്ക് ബാങ്കുകൾ പണമുള്ള കൃഷിക്കാരൻ പോലും പണം പിൻവലിക്കാൻ സാധിക്കാതെ കേരളത്തിന്റെ ഓരോ കാർഷിക മേഖലയിലും ഉണ്ടാകുന്ന ഗുരുതരമായ ഉൽപാദന തകർച്ച കാർഷിക പ്രവർത്തനങ്ങളാകെ സമരാവസ്ഥയിലേക്ക് പോകുന്നു. ജില്ലാ DCC പ്രസിഡന്റ് PK ഫൈസൽ അധ്യക്ഷനായിരുന്നു. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ PR സുരേഷ് സെമിനാറിൽ വിഷയം അവതരിപ്പിച്ചു. മണ്ണ് ജലസംരക്ഷണത്തിന്റെ പ്രാധാന്യം എന്നതായിരുന്നു വിഷയം. നീലേശ്വരം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് M രാധാകൃഷ്ണൻ നായർ, കാർഷിക സർവകലാശാല ഫാം വർക്കേഴ്സ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി AV കുഞ്ഞികൃഷ്ണൻ, പിലിക്കോട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് K കുഞ്ഞികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി കൺവീനർ MV പ്രേമജൻ സ്വാഗതവും എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി P രത്നാകരൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് സാംസ്കാരിക സമ്മേളനവും നടന്നു. ചൊവ്വാഴ്ച രാവിലെ സംസ്ഥാന കമ്മിറ്റിയുടെ നിലവിലുള്ള സംസ്ഥാന കൗൺസിലിന്റെയും യോഗം നടന്നു. ബുധനാഴ്ച ഉദ്ഘാടന സമ്മേളനവും പ്രതിനിധി സമ്മേളനവും നടക്കും. സംസ്ഥാന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുൻ മന്ത്രി K സുധാകരൻ എന്നിവർ ഉദ്ഘാടനം ചെയ്യും. ദേനമ്പാടി ശ്രീ മഹാലിംഗേശ്വര ക്ഷേത്രത്തിൽ വർഷം തോറും നടക്കുന്ന ധനുപൂജ ഇത്തവണയും ഭക്തി നിർഭരമായി കൊണ്ടാടി. പൂജയുടെ ഭാഗമായി വിവിധങ്ങളായ പരിപാടികളാണ് ഒരുക്കിയത്. പ്രവാസി ഭാരത് ദിനം. അറബ് നാട്ടിൽ പണിയെടുക്കുന്നവരെ ഒഴിവാക്കിയതിൽ പ്രതിഷേധം. പ്രവാസി സംഘത്തിന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രവാസി ഭാരത് ദിനാചരണത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടിയിൽ അറബ് നാട്ടിൽ തൊഴിലെടുക്കുന്നവരെ ഒഴിവാക്കിയതിൽ പ്രതിഷേധം. ബാംഗ്ലൂരിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിലാണ് അറബ് നാട്ടിൽ തൊഴിലെടുക്കുന്നവരെ ഒഴിവാക്കിയത്. കേരള പ്രവാസി സംഘത്തിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് പ്രതിഷേധ പ്രകടനം നടന്നു.
തുടർന്ന് കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിൽ നടന്ന പ്രതിഷേധ യോഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. ചർച്ച ചെയ്യപ്പെടുന്ന ആധികാരികപ്പെട്ട ജനുവരി മാസം 9-ന് എന്തുകൊണ്ട് രാജ്യത്തിലെ ഭരണാധികാരികൾ അവരെക്കുറിച്ച് ഒരു ചർച്ച പോലും ചെയ്യാതെ ഭൂരിപക്ഷം വരുന്ന പ്രവാസികളെ ഈ ചർച്ചയ്ക്ക് വെളിയിലേക്ക് തള്ളി നിർത്തിക്കൊണ്ട് ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ എന്ത് പ്രവാസി സുരക്ഷയാണ് ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നതെന്ന് പ്രവാസി സംഘത്തിന് ചോദിക്കപ്പെടാനുള്ളത്. ജില്ലാ പ്രസിഡന്റ് ജലീൽ കാപ്പിൽ അധ്യക്ഷനായി. ഒ നാരായണൻ, ഗിരീശൻ, വാസു കുട്ടക്കനി, ഷാജി എടമുണ്ട, സന്തോഷ് കാറ്റാടി, KC കൃഷ്ണൻ, ബാബു പിലിക്കോട്, ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകളിൽ ഒരിക്കൽ കൂടി. ദുരൂഹ സാഹചര്യത്തിൽ നാടുവിട്ട മടിയനിലെ മുബഷീറിയെ കണ്ടെത്താൻ സമഗ്ര അന്വേഷണം വേണമെന്ന് MSF ജില്ലാ കമ്മിറ്റി. കാറിൽ കടത്തുകയായിരുന്ന ചന്ദനം കാലിച്ചാമരം പെരിയങ്ങാനത്ത് വെച്ച് ഫോറസ്റ്റ് ഫ്ലൈയിംഗ് സ്ക്വാഡ് പിടികൂടി. പൂവൽ വൈറ്റുമൂൺ കലാവേദി സംഘടിപ്പിക്കുന്ന മഹർ സമൂഹ വിവാഹത്തിന് വ്യാഴാഴ്ച തുടക്കമാകും. തിരഞ്ഞെടുപ്പുകൾ ജാതിമത വിമുക്തമാക്കണമെന്ന സുപ്രീം കോടതി വിധി നടപ്പിലാക്കണമെന്ന ആവശ്യവുമായി കേരള യുക്തിവാദ സംഘം രംഗത്ത്. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ വിദ്യാനഗർ ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചു. വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.